നമസ്കാരം. ഇന്ന് ഞാൻ അങ്ങനെ പൊതുവെ സിംഗിൾസിന് വേണ്ടി റീഡിംഗ് എടുക്കാറില്ല. ഇന്ന് ഞാൻ സിംഗിൾസിന് വേണ്ടിയിട്ടുള്ള റീഡിംഗ് ആണ് എടുക്കാൻ പോകുന്നത്. നിങ്ങൾ ആരുമായിട്ടും റിലേഷൻഷിപ്പിൽ അല്ല ഇപ്പോൾ, അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ് എടുക്കാമെന്ന്. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള യൂണിവേഴ്സിന്റെ പ്ലാൻ എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസനേറ്റ് ചെയ്യില്ല. പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവര് വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഇട്ടിട്ടുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്യാം. നമുക്ക് ഓറക്കൽ മെസ്സേജ് വെച്ച് തുടങ്ങാം. ഭഗവാനെ ഓം നമ ശിവായ, 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 ഓം നമ ശിവായ. ഭഗവാനെ സിംഗിൾസിന് വേണ്ടിയിട്ടുള്ള യൂണിവേഴ്സിന്റെ പ്ലാൻ എന്താണ്? അതാണ് നമ്മൾ നോക്കുന്നത്. 2026 കാര്യമാണ് നമ്മൾ നോക്കുന്നത്. എന്താണ് നടക്കാൻ പോകുന്നത്? അപ്പൊ നമുക്ക് ഓറക്കൽ മെസ്സേജ് വന്നിട്ടുണ്ട് ഇവിടെ. നിങ്ങൾ ചിലപ്പോൾ റിലേഷൻഷിപ്പിലായിരുന്നു, ഇപ്പൊ ബ്രേക്കപ്പ് ആണ്, കംപ്ലീറ്റ് പോയി, ഇപ്പൊ ആരുമായിട്ടും നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് ഇല്ല. ആ ഒരു ഇതിലാണ്. ആർക്ക് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യല്ല, പുതിയൊരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ സിറ്റുവേഷൻ കുറച്ചൊരു എന്താ പറയാ, ടോക്സിക് ആണെന്ന് പറയുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് ഷാഠ്യങ്ങൾ ഉണ്ടാവാം. മനസ്സിലായി? ഇന്ന ആള് വേണം, എന്റെ സോൾമേറ്റ് കണക്ഷനെ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ സോൾമേറ്റ് കണക്ഷന് വേണ്ടി കാത്തിരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കേണ്ടത്, നമ്മൾ സോൾമേറ്റ് കണക്ഷന് റിസീവ് ചെയ്യാനുള്ള ആ ഒരു പരിതസ്ഥിതിയിലാണോ? മനസ്സിലായോ? ഓരോന്നിനും ഓരോ സമയമുണ്ട്. അപ്പൊ അതിനുവേണ്ടി കാത്തിരുന്ന ജീവിതം ചിലപ്പോൾ ഈ ജന്മത്തിൽ ചിലപ്പോൾ വരില്ലായിരിക്കും സോൾമേറ്റ്, അടുത്ത ജന്മത്തിലായിരിക്കും. അപ്പൊ ഈ ജന്മം ഒരാൾക്ക് വേണ്ടി, വരാത്ത ഒരാൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നമ്മൾ ജീവിതം അങ്ങോട്ട് മുമ്പോട്ട് പോവുകയാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും. അപ്പൊ എന്ത് ഷാഠ്യത്തിലാണോ നിങ്ങൾ നിൽക്കുന്നത്, ആ ഷാഠ്യം നിങ്ങളുടെ ജീവിതം നശിപ്പിക്കുമെന്നാണ് പറയുന്നത്. അതിൽ നിന്ന് പുറത്തേക്ക് പോരണം എന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടെന്ന് പറയുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു ചേഞ്ച് വരാൻ പോകുന്നുണ്ട്. എന്തോ ഒരു കാര്യം നിങ്ങൾക്ക് നഷ്ടമാകും. മനസ്സിലായോ? അത് കഴിഞ്ഞിട്ട് അതോടുകൂടി നിങ്ങളുടെ ജീവിതം മാറി മറിയുമെന്നാണ് പറയുന്നത്. പിന്നെ ചില കാര്യങ്ങളിൽ ഡിലേ വരുന്നുണ്ട്. അത് സമയമാകാത്തത്, അത് വന്നു ചേരാനുള്ള സമയമാകാത്തത് കൊണ്ടാണെന്നും പറയുന്നുണ്ട് കേട്ടോ. അപ്പോ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. എന്താണ് നിങ്ങളുടെ ജനറൽ എനർജി? എന്താണ് അത് നമുക്കൊന്ന് നോക്കാം. നിങ്ങളുടെ എനർജി എന്താണ് ഇപ്പൊ? ആഹാ, കാർഡ് അങ്ങനെ തന്നെ വീടുണ്ടോ? ഭയങ്കര ടെൻസ്ഡ് ആണെന്ന് നിങ്ങൾ, കാർഡുകളെല്ലാം വീണു താഴെ. ഞാനൊന്ന് എടുക്കട്ടെ കേട്ടോ. എല്ലാം കൂടി വിടും. അപ്പോ കാത്തിരുന്ന് എനിക്കും വേണം ഒരാൾ, എന്റെ ഫ്രണ്ട്സിനെല്ലാം റിലേഷൻഷിപ്പ് ഉണ്ട്, എനിക്ക് മാത്രം ആരുമില്ല എന്ന ചിന്തയിൽ ഇരിക്കുന്ന ആരെങ്കിലും ആണോ? അതും എനിക്കൊന്നും നല്ലതൊന്നും വരില്ല എന്നൊക്കെ വിചാരിക്കുന്നുണ്ടോ നിങ്ങൾ? അങ്ങനെയൊന്നും അല്ല കേട്ടോ. പോസിറ്റീവ് ആയിട്ടിരിക്കാം. നമുക്ക് എല്ലാ കാര്യങ്ങളും നടക്കുമെന്ന വിശ്വാസം ഇരിക്കാം. ടെൻഷൻ ആവണ്ട. അപ്പൊ നിങ്ങളുടെ എനർജി എന്താണെന്ന് നമുക്ക് നോക്കാം. വാണി, നിങ്ങൾ 2 ഓഫ് കപ്സിലാണ്. നിങ്ങൾക്ക് വേണ്ട ഒരാള്, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരാള്, നിങ്ങൾക്ക് കുറെ കാര്യങ്ങളുണ്ട്. എന്നെ മനസ്സിലാക്കുന്ന ആളായിരിക്കണം, എനിക്ക് ഫ്രീഡം തരുന്ന ആളായിരിക്കണം, അല്ലാതെ എന്താ പറയാ, എന്നോട് ദേഷ്യപ്പെടുകയോ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. എന്നെ പോലെ ഞാൻ ചിന്തിക്കുന്ന പോലെ തന്നെ ചിന്തിക്കുന്ന ഒരാളെയാണ് എനിക്ക് വേണ്ടത് എന്നാണ് നിങ്ങൾ വാശി പിടിക്കുക. അപ്പൊ നിങ്ങൾ ഓരോരുത്തരെ പരിചയപ്പെടുമ്പോഴും, നിങ്ങളുടെ അടുത്തേക്ക് ഓരോരുത്തർ വരുമ്പോഴും നിങ്ങൾ അവരെ ജഡ്ജ് ചെയ്യും. പോരാ, ഈ വ്യക്തി എങ്ങനെയല്ല. അപ്പൊ നിങ്ങൾ അവരെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്, അവരിങ്ങനെയാണോ എന്ന് അറിയാൻ വേണ്ടി. അപ്പൊ പലരും നിങ്ങളുടെ ആയിട്ട് റിലേഷൻഷിപ്പിൽ ആകാൻ വേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ആരെയും സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല. മനസ്സിലായി? ഇതല്ല ആളിതല്ല, ഇതാ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷെ നിങ്ങള് ആളെ എനിക്ക് വേണം, എന്നെ സ്നേഹിക്കുന്ന, എന്റെ മനസ്സിന് ഇണങ്ങുന്ന, എന്റെ സ്വഭാവത്തിന് ഇണങ്ങുന്ന ഒരാൾ എനിക്ക് വേണം എന്നുള്ള ഒരു എനർജിയിലാണിത്. അത് വളരെ നല്ല കാര്യം. നമ്മൾ പോസിറ്റീവ് ഇങ്ങനെ ഒരു എനർജിയിൽ ഇരിക്കുമ്പോൾ നമ്മളുടെ ജീവിതത്തിലേക്ക് നമുക്ക് വേണ്ട ഒരാൾ വരും. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഇത് ആഗ്രഹിക്കുന്നുണ്ട്. എനിക്ക് സ്നേഹിക്കാൻ പറ്റുന്ന ഒരാള്, എന്നെ സ്നേഹിക്കുന്ന ഒരാള്, അതാണ് എന്റെ പോലെ തന്നെ മനസ്സുള്ള ഒരാള്. ഒരു മ്യൂച്വൽ അട്രാക്ഷൻ വേണം. നമ്മളെ ഇഷ്ടപ്പെടുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും. ചില സമയത്ത് എന്താ പറ്റുക, നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരാളെ നമ്മളങ്ങ് വിവാഹം കഴിക്കുകയാണ് ചെയ്യുക. ചിലർ അങ്ങനെയല്ല, എനിക്കും കൂടെ ഇഷ്ടപ്പെടണം, എന്നെ മാത്രം ഇഷ്ടപ്പെടും. ഇപ്പൊ ഭയങ്കര പൈസയുള്ള ചിലര് വന്നിട്ട് സൗന്ദര്യമുള്ള ആളുകളെ ആയിട്ട് പ്രപ്പോസ് ചെയ്യുമ്പോൾ
പൈസ കണ്ടിട്ടൊക്കെ കല്യാണം കഴിക്കുന്ന ആളുകളുണ്ട്, സ്നേഹമില്ല അവിടെ, മനസ്സിലായി. പക്ഷെ ചിലർ അങ്ങനെയല്ല, എനിക്കും ഇഷ്ടപ്പെടണം, അയാൾക്ക് എന്നെ ഇഷ്ടപ്പെടണം, എനിക്ക് അയാളെ ഇഷ്ടപ്പെടണം, അങ്ങനത്തെ ഒരു. അപ്പൊ നിങ്ങളുടെ എനർജി അങ്ങനെയാണ് കാണിക്കുന്നത്. നിങ്ങൾ പൈസയ്ക്ക് വേണ്ടി വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല, നിങ്ങൾക്ക് ചേരുന്ന ഒരു ലോങ് ടേം. അപ്പൊ നിങ്ങൾ ലൈഫിനെ വളരെ സീരിയസ് ആയിട്ട് കാണുന്ന ഒരാളാണ്. തമാശയല്ല നിങ്ങൾക്ക്. ഇത് നടന്നില്ലെങ്കിൽ പിന്നെ നോക്കാം എന്നൊരു ചിന്തയല്ല, ഇത് നടക്കണം, അതിനാണ് നിങ്ങൾ ഈ വെയിറ്റ് ചെയ്യുന്നത്. ഓക്കെ, കൊള്ളാം. അങ്ങനെയാണെങ്കിൽ യൂണിവേഴ്സിന് നിങ്ങളോടുള്ള പ്ലാൻ എന്താണെന്ന് നോക്കാം. വരുന്നുണ്ട്. യൂണിവേഴ്സിന് നിങ്ങളോടുള്ള പ്ലാൻ എന്താണ്? കമ്മിറ്റഡ് റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് വരും കേട്ടോ, അതിലൊരു സംശയവും വേണ്ട. ക്ഷമയോടെ കാത്തിരിക്കുക. അപ്പൊ 2026 കാര്യമാണ്. കുറച്ചധികം കാർഡ് വന്നു കേട്ടോ ഇവിടെ. നമുക്ക് നോക്കാം, തന്നതാണ് യൂണിവേഴ്സ്, നമുക്ക് നോക്കാം. കുറച്ചധികം കാർഡ്സ് ഉണ്ട്, ഞാനൊന്ന് വെക്കട്ടെ, എന്നിട്ട് നമുക്കത് നോക്കാം. ടെൻ ഓഫ് കപ്സും വീൽ ഓഫ് ഫോർച്യൂണും ഉണ്ട്. കുറെ നെഗറ്റീവ് എന്നല്ല, റിവേഴ്സ് ആയിട്ടുള്ള കുറെ കാർഡ്സ് വന്നിട്ടുണ്ട്. അതിന്റെ കൂടെ നമുക്ക് വീൽ ഓഫ് ഫോർച്യൂണും ടെൻ ഓഫ് കപ്സും ഉണ്ട്. നിങ്ങളുടെ വിവാഹം നടക്കും. അപ്പോ 2026 വഴിയില്ല. നിങ്ങളുടെ ജീവിതത്തിലേക്ക് വളരെ സീരിയസ് ആയ, നിങ്ങളെ വളരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരാൾ വരും എന്നാണ് പറയുന്നത്. ഈ വ്യക്തി നിങ്ങളെ ചൂസ് ചെയ്യും. ആ വ്യക്തിയുടെ ലൈഫിലും ഇതുപോലെ തന്നെയാണ്, പലരും വരുന്നുണ്ട്. വ്യക്തി ഇതുവരെ ഡിസൈഡ് ചെയ്തിട്ടില്ല, മനസ്സിലായോ? അപ്പോ വ്യക്തി കാത്തിരിക്കുന്നത് നിങ്ങളെ തന്നെയാണ്, മനസ്സിലായോ? അതുപോലെ തന്നെ അപ്പൊ നിങ്ങളുടെ അതേ മനസ്സുള്ള ഒരാളാണിത്. അപ്പൊ ആ ആള് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ കുറച്ച് സമയം എടുക്കുമെന്നാണ് പറയുന്നത്. പക്ഷെ സമയം മാറും. ഇതിപ്പോ ഏപ്രിൽ അല്ലേ, ഒരു ഡിസംബർ ഒക്കെ ആവുമ്പോഴാണ് ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരിക, സിംഗിൾസിന്റെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നത്. അതോടെ നിങ്ങളുടെ ജീവിതം മാറി മറിയും എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോ ഇവിടെ ചിലപ്പോൾ നിങ്ങളുടെ അമ്മയ്ക്ക് ഈ വ്യക്തി ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല, അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ അമ്മയ്ക്ക് നിങ്ങളെ ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല. പക്ഷെ നിങ്ങൾ തമ്മിൽ വളരെ സ്ട്രോങ് ആയ റിലേഷൻഷിപ്പിലേക്ക് പോവുകയും നിങ്ങൾ തമ്മിൽ വളരെ സ്ട്രോങ് ആയിട്ട് നിന്നിട്ട് ആരൊക്കെ എതിർത്താലും നിങ്ങൾ വിവാഹം കഴിക്കുമെന്നാണ് പറയുന്നത്. വളരെയധികം ഹാപ്പിനെസ് ഉണ്ടാവും. കുട്ടികളും നിങ്ങളുടെ ഭർത്താവും ഭാര്യയും ആരാന്ന് വെച്ചാൽ അവരായിട്ട് ഭയങ്കരമായിട്ടുള്ള ഒരു ലൈഫാണ് നിങ്ങൾക്ക് വരുന്നത്. അതുവരെ നിങ്ങൾ കുറെ ബുദ്ധിമുട്ട്, പലരും നിങ്ങളുടെ ലൈഫിലേക്ക് വരും. വാട്ടർ സയൻസ് വരും, എയർ സയൻസ് വരും, ഇവിടെ എർത്ത് സൈൻ കാണിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും നിങ്ങൾ കുറെ സ്ട്രഗിൾ ചെയ്യും. ഈ വ്യക്തി വരുന്നത് വരെ നിങ്ങൾ കുറെ സ്ട്രഗിൾ ചെയ്യും. പലരും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും, നിങ്ങൾ പലരെയും പരിചയപ്പെടും, നിങ്ങൾക്ക് കല്യാണാലോചനകൾ പലതും വരും, നടക്കില്ല അതൊന്നും. അവസാനം ഈ വ്യക്തി ഒരു ഡിസംബർ മാസമൊക്കെ ആവുമ്പോഴേക്കുമാണ് ഈ വ്യക്തി നിങ്ങൾ ചിലപ്പോൾ ഒരു പ്രപ്പോസൽ വരുമായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ മീൻസ് ഈ വ്യക്തിയെ മീറ്റ് ചെയ്യും. ചിലപ്പോൾ ജോലി സംബന്ധമായിട്ട് നിങ്ങൾ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുമ്പോൾ, ജോലിക്ക് ട്രാൻസ്ഫർ ആയിട്ട് എവിടെയെങ്കിലും ചെല്ലുമ്പോഴായിരിക്കും നിങ്ങൾ ഈ വ്യക്തിയെ മീറ്റ് ചെയ്യാൻ പോകുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ അമ്മയുടെ ഫ്രണ്ടിന്റെ മക്കൾ ആരെങ്കിലും ആയിരിക്കും. പക്ഷെ അമ്മയ്ക്ക് അവരത്ര പിടുത്തമില്ല. അതാണ് ഇവിടെ കാണിക്കുന്നത്. വീട്ടുകാരെ നിങ്ങളോട് പലരെയും വിവാഹം കഴിക്കാൻ പറയും. പക്ഷെ നിങ്ങള് അവരെ എന്താ പറയാ, അത് നിങ്ങൾക്കറിയാം. ഇങ്ങനെ ഒരാള് ഇപ്പം ഒരാളോട് സംസാരിക്കും, കല്യാണാലോചന വരുമ്പോൾ നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ നമുക്കറിയാം അവർക്ക് അവരുടെ ഇഷ്ടങ്ങളല്ല നമ്മളുടെ ഇഷ്ടങ്ങള്, മനസ്സിലായോ? അപ്പോ നമ്മളോട് ഏകദേശം ഒരു ഇത്തിരിയെങ്കിലും ഒരു അഡ്ജസ്റ്റ് ഒരു കണക്ഷൻ വന്നാലല്ലേ നമുക്ക് ഒരാളോട് ജീവിതകാലം മുഴുവൻ നിൽക്കണ്ടേ. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറെ സ്ട്രഗിൾ, നിങ്ങൾ കുറെ ഓപ്ഷൻസ് വരും. പക്ഷെ നിങ്ങൾ അതെല്ലാം വേണ്ടെന്ന് പറയും. വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കും. കാരണം നിങ്ങളുടെ മനസ്സിലൊരു കൺവിക്ഷൻ ഉണ്ട്, എന്റെ ആൾ എവിടെയോ ഉണ്ട്, എന്റെ ആള് വരുന്നത്. ആ ഒരു വിചാരത്തിലാണ് നിങ്ങൾ നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ യൂണിവേഴ്സ് നിങ്ങൾക്ക് ആ ആളെ എത്തിച്ചു തരും. നിങ്ങൾ പക്ഷെ വെയിറ്റ് ചെയ്യേണ്ടി വരും നല്ലോണം ക്ഷമയോടെ. ഈ വർഷം ഡിസംബർ ഒക്കെ ആവുമ്പോഴേ ഇതൊരു പ്രപ്പോസൽ ആയിട്ടെങ്കിലും വരുവുള്ളൂ എന്നാണ് പറയുന്നത്. പക്ഷെ പിന്നെ അവിടെ നിന്ന് എല്ലാം മാറി മറിയും. നിങ്ങളുടെ ജീവിതം കംപ്ലീറ്റ് ആയിട്ട് മാറും. കാരണം നിങ്ങൾ സ്നേഹിക്കുന്ന ഒരാൾ അവസാനം നിങ്ങൾ കണ്ടെത്തി. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതം അതുവരെ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും എന്നാണ് പറയുന്നത്. പക്ഷെ എന്നാലും വിവാഹം ഭയങ്കര സ്ട്രഗിൾ ആയിരിക്കും. കാരണം മിക്കവർക്കും ഇഷ്ടപ്പെടില്ല ആളെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെങ്കിലും നിങ്ങളുടെ ബന്ധുക്കൾക്കോ അച്ഛനോ അമ്മയ്ക്കോ അതൊന്നും ഈ വ്യക്തിയെ ഇഷ്ടമാകില്ല. കാരണം അവരുടെ മനസ്സിൽ അവരുടെ മകളുടെ ഭർത്താവായിട്ട് അല്ലെങ്കിൽ മകന്റെ ഭാര്യയായിട്ട് വരുന്ന ആളെക്കുറിച്ച് വളരെയധികം ചിന്തകൾ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ
ബന്ധുക്കൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരാളെ ആയിരിക്കും നിങ്ങൾ വിവാഹം കഴിക്കാൻ പോകുന്നതെന്ന് പറയുന്നുണ്ട്. ചിലപ്പോ ആ വ്യക്തി ടോറസ്, അക്വേറിയസ്, ലിയോ, സ്കോർപിയോ ഇതിൽ ഏതെങ്കിലും സോഡിയാക് സൈൻ ആവാനും ചാൻസ് ഉണ്ട്. ടോറസ് ഇവിടെ ഭയങ്കര സ്ട്രോങ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ അതിൽ അങ്ങനത്തെ ഒരാളായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതെന്നാണ് പറയുന്നത്. എന്തായാലും ഈ വർഷം അവസാനത്തേക്ക് കാര്യങ്ങളൊക്കെ ഒരുവിധം കരക്കടയും. അതുവരെ നിങ്ങൾ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. പക്ഷെ നിങ്ങൾ ഒരു സ്റ്റേൺ ആയിട്ട് നിൽക്കണം. എനിക്ക് ഇന്ന ആളെയാണ് വേണ്ടത്. അല്ലാതെ ക്ഷമയില്ലാതെ ഇരുന്ന് കഴിഞ്ഞാൽ എല്ലാവരും പറയുമ്പോൾ നമുക്ക് മനസ്സുമെടുക്കും. ചിലർ ചോദിക്കും നമ്മളോട്, ഇത് രാജകുമാരനെ കാത്തിരിക്കുകയാണ്, എന്നെ കെട്ടാൻ വരും രാജകുമാരൻ എന്ന് വീട്ടുകാർ തന്നെ നമ്മളോട് പറയും. മനസ്സിലാവുണ്ടോ? അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മളുടെ മനസ്സുമെടുക്കും. ആൾക്കാർ നമ്മളുടെ മനസ്സ് മടുപ്പിക്കാൻ നോക്കും. പക്ഷെ അത് വേണ്ട, നിങ്ങൾ ഉറച്ചു തന്നെ നിൽക്കണമെന്നാണ് ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് കേട്ടോ. അപ്പൊ സിംഗിൾസിന് ഈ വർഷം നല്ലതാണ്. കുറെ പേർക്കെങ്കിലും കുറെ സ്ട്രഗിൾ ചെയ്താലും എപ്പോഴും നമ്മൾ ആലോചിക്കും, അയ്യോ എന്റെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഇതുവരെ എനിക്ക് ആരും ഒരു ബോയ് ഫ്രണ്ടോ ഗേൾ ഫ്രണ്ടോ ഒന്നും ഉണ്ടായിട്ടില്ല, അഥവാ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടായെങ്കിൽ തന്നെ അത് മര്യാദക്ക് ആയിട്ടുമില്ല എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ച് വിഷമിച്ചിരിക്കുകയാണെങ്കിൽ പേടിക്കണ്ട, നിങ്ങൾക്കുള്ള ആള് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. ഇവിടെ ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപിയോ, ടോറസ്, ലീബ്ര, ടോറസ് ഇത്രയും സോഡിയക്സ്. ബാക്കി വന്നേക്കുന്ന ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, ക്യാൻസർ, പൈസസ്, സ്കോർപിയോ, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, ക്യാൻസർ, പൈസസ്, സ്കോർപിയോ, ക്യാൻസർ, പൈസസ്, സ്കോർപിയോ, അക്വേറിയസ്, ലീബ്ര, ജെമിനി, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ. ഇവിടെ ഫയർ സൈൻസ് ആണ് ഇല്ലാത്തത്. ബാക്കി ഒട്ടുമിക്ക അതിൽ ലിയോ മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ. ബാക്കി എല്ലാവരും ഉണ്ട് ഇവിടെ കേട്ടോ. അപ്പൊ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. ഇതുവരെ എന്റെ റീഡിംഗ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും ആയുരാരോഗ്യ സൗഖ്യവും അനുഗ്രഹിച്ചു തരാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും ഒരു റീഡിംഗുമായിട്ട് വരാം. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. ടേക്ക് കെയർ. ബൈ ബൈ.